ആണ്. നിങ്ങളെല്ലാവരും അത്യുന്നതന്റെ മക്കളാണ്. എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും. ഏത് പ്രഭുവിനെയും പോലെ വീണുപോകും. ദൈവമേ, എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ. എല്ലാ ജനതകളും അങ്ങയുടേതാണ്. അവർക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു. വരുവിൻ, ഈ ജനത മുഴുവനെയും നമുക്ക് തുടച്ചു മാറ്റാം. ഇസ്രായേൽ എന്ന നാമം മേലിൽ ആരും ഓർമ്മിക്കാതിരിക്കട്ടെ എന്നവർ പറയുന്നു. അത് അവരെ ദുരാലോചന നടത്തുന്നു. അങ്ങേക്കെതിരെ അവർ സൗഖ്യമുണ്ടാകുന്നു. ഏതോ ഇസ്മാലിയർ, മോവാബ്, ഹഗ്രിയൽ, ഗബേൽ, അമ്മോൻ, അമേലക്, ടൈർ നിവാസികളടക്കം ഫിലിസ്ത്യർ എന്നിവർ ഒത്തുചേർന്നു. ലോത്തിന്റെ മക്കളുടെ സുശക്തമായ അസീറിയായും അവരോട് ചേർന്നു. മേദിയാക്കാരോട് ചെയ്തതുപോലെ അവരോടും ചെയ്യണമേ. കീഷോൺ നദിയിൽ വെച്ച് സീസറിനോടും യാബിനോടും ചെയ്തതുപോലെ തന്നെ അവരെ ഏതോനിൽ വെച്ച് നശിപ്പിച്ചല്ല. അവർ മണ്ണിനെ വളമായി തീർന്നു. അവരുടെ കുലീനരെ ആക്കണമേ. ദൈവത്തിന്റെ മേച്ചിൽ നമുക്ക് കൈയടക്കാം എന്ന് അവർ പറഞ്ഞു. എന്റെ ദൈവമേ, അവരെ ചുഴലിക്കാറ്റിൽ പറക്കുന്ന മുടി പോലെയും കാറ്റത്ത് പാറുന്ന പതിര് പോലെയും ആക്കണമേ. ലജ്ജ കൊണ്ട് മൂടണമേ. അവർ എന്നേക്കും ലജ്ജിച്ച് പരിഭ്രമിക്കുകയും അപമാനത്തിനായി നശിക്കുകയും ചെയ്യട്ടെ. കർത്താവിന് നാമം വഹിക്കുന്ന അങ്ങ് മാത്രമാണ് ഭൂമി മുഴുവനെയും ഭരിക്കുന്ന അത്യുന്നതനെന്ന് അവർ അറിയട്ടെ. സൈന്യങ്ങളുടെ കർത്താവ്, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം! എൻ്റെ ആത്മാവ് കർത്താവിനെ ആനന്ദത്താൽ വചിച്ച് തളരുന്നു. എൻ്റെ മനസ്സും ശരീരവും ജീവിക്കുന്നതായ ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു. എൻ്റെ രാജാവും ദൈവവുമായ സൈന്യങ്ങളുടെ കർത്താവെ, ഉരുകിൽ പക്ഷി ഒരു സങ്കേതവും മീവൽ പക്ഷി കുഞ്ഞിനൊരു കൂടും അങ്ങയുടെ ബലിപീഠത്തിൽ കണ്ടെത്തുന്നുവല്ലോ. എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങയിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ. അവരുടെ ഹൃദയത്തിൽ സിയോനിലേക്കുള്ള രാജരീതികളുണ്ട്. എന്റെ പ്രതീക്ഷ
പാപങ്ങൾ പൊറുക്കുന്നവനും കാരണം നിറഞ്ഞവരുടെയും മരണത്തിന്റെയും നാഥൻ പിതാവ് എന്റെ കുരിശിന്റെ അടയാളത്തോളം ദേവദൂതന്മാരുടെ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ രക്ഷകനായി കവടങ്ങളിൽ നിന്ന് ഒഴുകുകയും വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ ദിവസത്തിൽ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തേക്ക് സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും വസിക്കുമാറാകട്ടെ ഇപ്പോഴും എന്നേക്കും. ഇന്ന് ഞങ്ങൾക്ക് എത്രത്തോളം എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. മരണത്തിന്റെയും നാട്ടിലും ആത്മാവുമായ സർവേശ്വര ഞാൻ ഇവിടെ പോകും കർത്താവേ വിധി ദിവസം സന്ധിയാണയാലും സത്യമുള്ളവനും നിത്യമഹോ നിന്റെ രീതി നടത്തപ്പെടുന്ന മതിയോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സന്ദേശവുമായി വന്ന് വെളിച്ചത്തിൽ പോലൊരു മാലാഖ നിന്നിൽ
മിശിഹായെ തേടുന്ന അക്ഷയ ഉന്നത മഹിമാവിൻ നിക്ഷേപത്തിൻ ഉടമകളാവിനെ വാഴ്ത്തോക്കി വിരാസന്മാർ ആവിക പറയും കർത്താവേ അവർ നിരസിച്ചു ആദി പിതാവിൻ പാപം മൂലം പോലോ നടുവിൽ കാണൂ നരവംശം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണം ദൈവാനുഗ്രഹമെന്നും പരിശുദ്ധാത്മാവിനെ ഇരുളിൽ മുങ്ങിയ ഹൃദയങ്ങൾ വിശ്വാസത്തിൻ പ്രഭയാലെ ഉജ്ജ്വലമാക്കിയ സകലേശ ആരാധകരുടെ അർച്ചനകൾ നിൻവിരു സന്നിധിയാകുന്ന തകർത്തേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആരാധനയും എന്തുകൊണ്ടെന്നാൽ ഈ ആകാശത്തിന്റെയും ഭൂമിയുടെയും ചെയ്യും എന്തുകൊണ്ടെന്നാൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആരാധനയും സ്തുതിയും തന്റെ വിധി വിളംബരം ചെയ്യും ഈശോ എതിരേൽപ്പിനായി വന്നിടുന്നില്ല നീ അവർക്ക് വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് വിശ്രാന്തിയായി ഉന്നതമാ പറുദീസായിൽ ചെന്നടുവിൽ പീഡയും ആദിയുമില്ലവിടം സംഹാരം തിമിരം തിങ്ങം പാട്ടുള്ളവയായി കാണുന്നേ ഓർക്കരുതണമേ സഭയെ കാത്തു ഭരിക്കണമേ മരണത്തിൻ വായ് പൂട്ടണമേ ശാന്തി ജഗത്തിൽ വിതയ്ക്കണമേ കരുണ പക്ഷിയെ പോലെ ഞാൻ എഴുതിക്കൊണ്ടിരുന്നു മാടപ്രാവിനെ പോലെ ഞാൻ കുറുകിക്കൊണ്ടിരുന്നു അക്ഷരനും ദൈവവുമായ കർത്താവെ കാത്തിരിക്കാം പരിശുദ്ധാരൂപയുടെ ഗാനങ്ങൾ ആരംഭിച്ചുകൊണ്ട് നമ്മുടെ സഹോദരന്റെ ഓർമ്മ നമുക്ക് ആചരിക്കുന്നവരുമായ കർത്താവെ നിന്റെ ധ്യാനിക്കാൻ ഞങ്ങളുടെ പാപങ്ങളെ മായിച്ചു കളയുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരുടെ
കരുണയോടെ നിർത്തണമേ നല്ല വരത്തു ഫലം ഭാഗേ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ തീർക്കണമേ. കർത്താവേ, നിന്റെ കരുണയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ നേർപ്പോളകൾ പോലെല്ലാം കർത്താവേ ചെവിക്കൊള്ളണമേ. സർവേശ്വരാ വാദ തുറക്കപ്പെടുകയായി ഊർദ്ധയാളെ പ്രവേശിപ്പിക്കുമാറാകണമേ. കർത്താവേ, ഞാൻ പ്രവർത്തിക്കും മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ ആകാശവും ഭൂമിയും നിന്റെ കാത്തിരിക്കുന്ന കാവൽക്കാരെ വിളിക്കുകയും സങ്കടപ്പെടുന്നവരെ ആശ്രയിക്കുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മഹിമയോട് അന്തിമ വിധി നാൾ ആകാശവും ഭൂമിയും നിന്റേതാകുന്നവരഭയം നീ നൽകണമേ. മൃതനായ സ്വന്തമായി മൃതനാവിൽ കനിയേണം ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. പിങ്ങി വിളങ്ങും പതനമൊടു പൊങ്ങി മുഴങ്ങും പാഹളനാദം പൂജിതമല്ലോ. ചെയ്യട്ടെ പാപങ്ങൾ ഞങ്ങളെ പാപമായി ആശ്രയിക്കണമേ. തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചങ്ങലത്തിലുകൾ ആശ്രയിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യനെ ഉൾക്കൊള്ളുന്ന
വയലിലെ പുഷ്പം പോലെ മേൽ എന്നും അനുഗ്രഹം ഉണ്ടായിരിക്കാം. മനുഷ്യജീവിതം ഉൾക്കൊള്ളിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നാമത്തിന് സ്തുതി. ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കേട്ടുന്നു, ആർക്കു വേണ്ടിയാണെന്ന് അവർ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണത്തിനാക്കുകയും ദയാധികത്താൽ ഉയർപ്പിക്കുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാഴവരോടെ ചേരാലും ആനന്ദത്തോടുവാഴുക ദാസനു വരമെന്നരുളേ. വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ വിശ്വാസം നിക്ഷേപിക്കും മനുഷ്യന് ഞാൻ അന്തിമ ദിവസം ഉയർത്തേകും. വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ സാധീനക്കുറവന്നേരം മധ്യരമർദ്ദന പുണരുന്നു. ക്ഷയമുള്ളോരാകും മധ്യതയേവം സകലേശൻ നിരന്തരമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴവിടം ചേർക്കണമെന്നെയും അഖിലേശാ. ആദ്യം മുതൽ എന്നേക്കുമാമേൻ. മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ നിറുത്തണമേ. നല്ലവർക്ക് വരമ്പാകെ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാ പരിവേഷം. എന്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരനെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവരോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർ മുമ്പ് കടക്കുകയില്ല.
എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാരണത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ജോസിയേട്ടന്റെ നിര്യാണത്തിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ബഹുമാനപ്പെട്ട വൈദികരെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ, പൂതമ്പാറ ചാക്കോ മറിയാമ്മയുടെ മകനായിട്ട് ജോസിയേട്ടൻ 5/9/1959 ജനിക്കുകയും മഞ്ഞക്കാട് ഇടവകയിൽപ്പെട്ട പുതുപ്പറമ്പിൽ ജേക്കബ് തങ്കമ്മ മകൾ ദേശീയ 16/1/1984 വിവാഹം കഴിച്ചു. ഇന്നലെ മരണ ദിവസം അവർ 32 വർഷം പൂർത്തീകരിച്ച ദിവസമാണ്. 32ാം വർഷത്തിൽ തൻ്റെ ജീവിതസഖിയെയും വിട്ട് തങ്ങൾക്ക് ലഭിച്ച 2 മക്കൾ അവരെയുമൊക്കെ വിട്ട് നിത്യസമാനത്തിനായിട്ട് അദ്ദേഹം ഈ ലോകത്ത് നിന്നും നമ്മെ ഓരോരുത്തരെയും വേർപിരിഞ്ഞ് നിത്യസമാനത്തിനായിട്ട് പോയിരിക്കുകയും 57 വയസ്സ് വരെയും ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ആയിരുന്നു എന്നുള്ളതാണ്. ഇന്നലെ മുതൽ, രാവിലെ മുതൽ മരണവിവരം അറിഞ്ഞ് ധാരാളം ആൾക്കാർ ഈ ഭവനത്തിലേക്ക് കടന്നു വന്നു. മൃതശരീരം ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് പോരുമ്പോൾ തങ്ങളുടെ സുഹൃത്തുക്കൾ, ഓട്ടോ ഡ്രൈവേഴ്സ്, അതുപോലെ ജീപ്പ് ഡ്രൈവേഴ്സ്, അവരെല്ലാവരും തങ്ങളുടെ സുഹൃത്തിനെ ഈ ഭവനത്തിലേക്ക് മൃതശരീരം വഹിച്ചുകൊണ്ട് പോരുന്നതായിട്ട് നാം ഇന്നലെ കണ്ടതാണ്. അതിൻ്റെ എല്ലാം അർത്ഥം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു നല്ല സുഹൃത്തായിരുന്നുള്ളതാണ്. ഏതൊരു വ്യക്തികളോടും നല്ല രീതിയിൽ സംസാരിക്കുവാനായിട്ടും ഇടപെടാനായിട്ട് അദ്ദേഹത്തിന് കഴിയുമായി. ഒരു വിശ്വാസി എന്ന നിലയിൽ അദ്ദേഹം നല്ലൊരു വിശ്വാസത്തിൻ്റെ വ്യക്തിയായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. ഉത്ഥാന ഫണ്ടിലെ അംഗമായിരുന്ന അദ്ദേഹം പൊതുയോഗത്തിലുമൊക്കെ സജീവമായി പങ്കെടുക്കുന്നതായിട്ട് പൊതുയോഗ ബുക്കിലൂടെ ഞാൻ കണ്ണോടിച്ചപ്പോൾ കാണുകയുണ്ട്. അതിൻ്റെ അർത്ഥം അദ്ദേഹം ഇടവകയുടെ എല്ലാ കാലത്തിലും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇങ്ങനെ നീതിമാനും വിശ്വസ്തനുമായ വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് ചിലപ്പോഴൊക്കെ ദാരുണമായ അനുഭവങ്ങളും ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. നീതിമാൻ എന്തിനാണ് ക്ലേശങ്ങൾ അനുഭവിക്കുക, ദുരിതങ്ങൾ അനുഭവിക്കുക എന്നുള്ളൊരു ചോദ്യം ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് അദ്ദേഹത്തിന് നിത്യസമാനം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വിശ്വസ്തതാപൂർവം ഈ ലോകത്തിൽ ജീവിച്ച ഇദ്ദേഹം കർത്താവിന്റെ വിശ്വസ്തയുടെ അടയാളമായി പറയുന്നത്, ഈ ലോകത്തിൽ വിശ്വസ്തത കാണിച്ച നീ പരദീസായി വിശ്വസ്ത ഭക്തനായി മാറി അദ്ദേഹത്തിന് കിരീടം ലഭിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും അനുതാപത്തോട് ഭക്തിയോടും കൂടി നിന്ന് കർത്താവേ ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം.
മിശിഹായി നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ ദുർമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നീ യോജിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവത്താനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായി വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ മായിച്ചുകളയും ചെയ്യട്ടെ. നിന്റെ മകനെയും ആന്തരികത്തിന് ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ ആകാശത്തിലും ഭൂമിയിലും സ്ഥിരനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ മരണം കൂടെ പോലും ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസര കൂടാതെ. കരയുന്നു വ്യാകുല മാനസന എന്നീരുന്നു തിരമാലകള തിങ്ങിമറിൻ ഇളകും കടൽ പോലെ. മരണത്തിൻ കാലടി കേട്ടു ഞാൻ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം എന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. മൃതശരീരത്തിലേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അവിടെ നിന്ന് നമ്മൾ മലനാട് ക്ഷീരോത്പാദനം അവിടെ നിന്നാണ്. ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ മനുഷ്യമുലകിൽ വിടൊഴിയനീറ്റാൻ മല്ലിയ വസതി പരിശുദ്ധന്മാ പരമാനന്ദം മുതലുമിടത്തിൽ പോകുന്നു ഞാൻ. നശിക്കും ലോകമിൽ ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരവോ ആശ്ലേഷിച്ചു.
സഹജന്മാരെ സ്നേഹിതരെ യാത്ര ചെയ്താ ഞാൻ പരിശുദ്ധൻ സ്നേഹിതഗണമേ യാത്ര സ്വർഗം തന്നെ ഭൂമിയിലേ മഹിതാൽ ഗുണമേ കന്ധകാരത്തിൽ പ്രകാശമുദിച്ചു വിധിയുടെ
വാതിലുകൾ, രണ്ട് സൈഡിലുള്ള വാതിലുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. സത്യവിശ്വാസത്തോടുകൂടി ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ചയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് ദുർഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാൽ വിശികാവരോട് കൂടിയാണ് എന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവമയാണ്ട് തിരഞ്ഞെടുക്കുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിലെയാണ് ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണം. ഉദ്ധാരം പ്രതീക്ഷിച്ച് കഴിയുന്ന മനുഷ്യരെ ഉയർപ്പിക്കണം. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും മുതലും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണത്തിലാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദ്ധാരത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളിൽ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ഉദാശകളാൽ എന്റെ ആത്മാവിൽ കൃപാവനം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയപാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിന്നോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ജോസിയുടെ നിര്യാണത്തിൽ കുടുംബാംഗ ബന്ധുമിത്രാദികൾ അക്ഷരാദിയും വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും അജസുതനിനെയും ജയലാളിതനായി വരുമേധരയിൽ കുരിശിൻ പ്രഭയാ ദിവസം പാത്തുകൾ
മനോഹരമാകുന്നു വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പ്രതിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തമായ ഈ ശരീരത്തിന് നിന്റെ ദൈവത്തിനാമത്തെ ആഗമനം വരെ വിശ്രമം ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവേശ്വരം സ്വാഭാവികനെ തരിക ഞാൻ നിർമ്മലനാകും. അതിനെ കഴുക ഞാൻ മഞ്ഞേക്കാൾ വെണ്ണയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുന്നതൊക്കെ ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്തോടെ അവസാന ദിവസം നിന്റെ വലതുഭാഗം നിർത്തട്ടെ. നീ സ്വീകരിച്ചൊരു അപ്പിന് ദൈവത്തിന്റെ ആയാസം നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥും പിതാമത്തിനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരൻ. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. ഞാൻ പ്രകത്തിക്കും അഗ്നിയോടന്തിമവിധിനാവിൽ കർത്താവേ നീ അണയുമ്പോ കരുണയോടെ നിറക്കണമേ നല്ല വലത്തു വലം ഭാഗേ. പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവപുത്രൻ റൂഹായും മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ഞങ്ങളുടെ മധ്യ ശരീരങ്ങൾ ഉത്ഥാനം നീയേകുന്നു. നാദാനങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ഘോഷിക്കുവിൻ സർവേശാ നീ പരിശുദ്ധൻ, ഭഗവാനേ നീ പരിശുദ്ധൻ, നിത്യനമത്യൻ പരിശുദ്ധൻ, പാപിനിക്ക് പ്രതി കൊടുത്ത് അവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മലാഹമാരുടെ കൂടെ സ്വർഗ്ഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവരുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കാരുണ്യമിടും വിധിയാത്മാനവരാജ്യം നേടും മരുജനഭാഗ്യം. കരയേറ്റവനായി ചിരമഹിമാവിൽ വിളങ്ങും മുഖമൊടു കല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനുഭാഗ്യം. കാരുണ്യമിടും വിധിയാൽ മാനവരാജ്യം
ഭാഗ്യം നേടും മനുജനു ഭാഗ്യം. വരികനിനക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥൻ ഇന്നിതു കേൾക്കും മനുജനു ഭാഗ്യം. എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, എന്റെ തെറ്റുകൾ ക്ഷമിക്കണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയണമേ, എന്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവിതായുഗമായ ശബ്ദത്താൽ ആസനയുയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മകനീയമായ നീതിപതിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ നീ ആപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകുകയും സ്വർഗരാജ്യമാകുന്ന ഓർത്തിലേക്ക് ആളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മൾ നാം ഏർപ്പെട്ടുപോയ വിശുദ്ധായുടെ ഭൗതിക ശരീരത്തിനെയും ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃദുസ്വാരശുദ്ധീയാളെ ബഹുമാനം ചെയ്ത നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപാതൃതങ്ങൾക്ക് അവിടുത്തെ കാരുണ്യം ഇത് നിങ്ങൾ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഒരു സൈഡിൽ നിന്ന് നോക്കുക, കാണാനൊരു കുറച്ച് വഴി നോക്കുക. വഴി കൊടുക്കാം. അവിടെ തന്നെ നിൽക്കാതെ കുറച്ച് അങ്ങോട്ട് മാറി. ഞാനിങ്ങനെ കണ്ടുപോകുമ്പോൾ സൈഡിലേക്ക്
അവിടെ ചേട്ടേ ചേട്ടേ മുത്തട്ടെ അവനെ മുത്താൻ മതി.